ഹലോ എവ്രി വൺ, ഏർണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിന് ശേഷം ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs വിത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും എങ്ങനെ ഒരു എലിമിനേഷൻ ടെക്നിക് ഒക്കെ ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ രണ്ട് ഹെഡിങ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഓർഗൻസും അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഓർഗൻസ് എടുക്കാം. എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ എന്തെല്ലാമാണ് വരുന്നത്? നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. കാരണം അനാറ്റമി പഠിക്കുകയാണെങ്കിൽ നമ്മൾ വിത്ത് പിക്ചേഴ്സിലൂടെ ആ ഓരോ പാർട്ടും കണ്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ലാവില്ല. നമ്മളിപ്പോ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഓർത്ത് എഴുതാൻ സാധിക്കും. അപ്പൊ മാക്സിമം നമ്മൾ പിക്ചേഴ്സിലൂടെ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ നോക്കാം, എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ എന്തെല്ലാം ഉണ്ട്? മോൺസ് വെനറിസ് കണ്ടു, പ്രിപ്യൂസ്, ഫ്രെനം, വെസ്റ്റിബ്യൂൾ, ലേബിയ മൈനോറ, ലേബിയ മേജോറ, വെജൈന. അപ്പൊ ഇതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ എക്സ്റ്റേണൽ ഓർഗൻസിനെ നമുക്ക് കളക്റ്റീവ്ലി മൊത്തത്തിലായിട്ട് നമ്മൾ പറയുന്നതാണ് എന്താ അറിയോ, വൾവ എന്നായിരിക്കും പറയാ. ഒരു മിനിറ്റ്, വൾവ. അപ്പൊ ഈ വൾവയിൽ എന്തെല്ലാം ഉണ്ട്? എക്സ്റ്റേണൽ ഓർഗൻസിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നതാണ് വൾവ. അപ്പൊ ഈ വൾവയിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മോൺസ് വെനേറിസ്. മോൺസ് വെനേറിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാഡ് ഓഫ് ഫാറ്റ്. ഓക്കെ, നമ്മുടെ സിംഫൈസിസ് പ്യൂബിസിന്റെ ഫ്രണ്ടിലുള്ള ആ പാഡ് ഓഫ് ഫാറ്റ്, ഇത് കണ്ടോ? സിംഫൈസിസ് പ്യൂബിസിന്റെ ഫ്രണ്ടിലുള്ള പാഡ് ഓഫ് ഫാറ്റിനെയാണ് നമ്മൾ മോൺസ് വെനേറിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്യൂബർട്ടി സമയത്ത് ദിസ് ഏരിയ ബിക്കംസ് കവേർഡ് വിത്ത് ദ ഹെയർ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളത് ലേബിയ മേജോറയും മൈനോറയും ഉണ്ട്. ലേബിയ മേജോറ എന്ന് പറയുന്നത് രണ്ട് തിക്ക് ഫോൾഡ് ആണ്. നമ്മുടെ വൾവയുടെ സൈഡിലുള്ള രണ്ട് തിക്ക് ഫോൾഡ്സ് ആണ്. ഓക്കെ, ലേബിയ മേജോറ നമുക്ക് പിക്ചറിൽ നോക്കാം. മോൺസ് വെനേറിസ് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് ലേബിയ മേജോറ, ഇത് കണ്ടോ? ഇതാണ് ലേബിയ മേജോറ എന്ന് പറയുന്നത്. നമ്മുടെ വൾവയുടെ രണ്ട് സൈഡിലെ തിക്ക് ഫാറ്റിനെയാണ് നമ്മൾ ലേബിയ മേജോറ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെയുണ്ട്? സ്കിന്നും ഉണ്ട്, ഫാറ്റും ഉണ്ട്. ഓക്കെ, അൺസ്ട്രൈബ്ഡ് മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. അതിന്റെ ലെങ്ത് ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ. 7.5 സെന്റിമീറ്റർ ലോങ് ആണ്, അല്ലെങ്കിൽ 3 ഇഞ്ചസ് എന്ന് പറയും. അനാറ്റമിയിൽ ഈ ഓരോ പാർട്സ് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ ഇടയിൽ വരാറുണ്ട്. ഇതുവരെ ആ ഒരു അങ്ങനെ ന്യൂമറിക്കൽസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ ലേബിയ മേജോറ എന്ന് പറയുന്നത് 2 thick folds which forms the side of vulva. ഓക്കെ, അതിൽ ബ്ലഡ് വെസൽസും നെർവ്സ് വരെ ഉള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അടുത്തതായിട്ട് ലേബിയ മൈനോറ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബിയ മൈനോറ നോക്കിയേ. ഈ ലേബിയ മൈനോറ, ഈ ലേബിയ മേജോറയുടെ അപ്പർ പാർട്ടി വരുന്ന 2 thin fold. തിക് ഫോൾഡ് ആയിരുന്നു നമ്മുടെ ലേബിയ മേജോറ പറഞ്ഞത് അല്ലെ. തിൻ ഫോൾഡിനെ നമ്മൾ എന്താ പറയാ? ലേബിയ മൈനോറ എന്ന് പറയും. അപ്പൊ ലേബിയ മൈനോറയെ നമ്മൾ നിംഫ എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ഈ ലേബിയ മൈനോറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രണ്ട് സ്മോൾ ഫോൾഡ് ഓഫ് സ്കിൻ ആണ്. ഈ ലേബിയ മേജോറയുടെ അപ്പർ പാർട്ടിന്റെ ഇടയിൽപ്പെട്ട രണ്ട് തിൻ ഫോൾഡ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഇറക്ടൈൽ ടിഷ്യൂ ഒക്കെ ഉണ്ട് ലേബിയയില്. ഓക്കെ, അപ്പൊ ലേബിയ മേജോറ കണ്ടു, ലേബിയ മൈനോറ കണ്ടു. പിന്നെ നമ്മൾ എന്താ കണ്ടത്? മോൺസ് വെനേറിസ് എന്ന് പറയുന്നത് ഒരു പാഡ് ഓഫ് ഫാറ്റ് നമ്മുടെ സിംഫൈസിസ് പ്യൂബിസിന്റെ ഫ്രണ്ടിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ലേബിയ മേജോറ, ലേബിയ മൈനോറ. അടുത്തതായിട്ടുള്ളത് ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന ഭാഗം നോക്കിയേ. യെസ്, ദിസ് ഇസ് എ ക്ലൈറ്റോറിസ്. ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതൊരു ഇറക്ടൈൽ ടിഷ്യൂ ആണ്. അത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള പെനിസുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെയുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടാണ് ഈ ക്ലൈറ്റോറിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ആന്റീരിയർലി ഇൻ ദ വെസ്റ്റിബ്യൂൾ. ഓക്കെ, അപ്പൊ ഈ വെസ്റ്റിബ്യൂളിന്റെ ആന്റീരിയർലി വരുന്നതാണ്. ഈ വെസ്റ്റിബ്യൂളില് അതിന്റെ ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നുണ്ടോ? ഫ്രണ്ടില് ദ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന പോർഷൻ ആണിത്. അപ്പൊ ഇവിടെ ആന്റീരിയർലി ഇൻ ദ വെസ്റ്റിബ്യൂൾ ഉള്ളതാണ് ഈ ക്ലൈറ്റോറിസ്. അപ്പൊ മോൺസ് വെനേറിസ് പാഡ് ഓഫ് ഫാറ്റ് ലൈങ് ഇൻ ഫ്രണ്ട് ഓഫ് സിംഫൈസിസ് പ്യൂബിസ്. ലേബിയ മേജോറ കണ്ടു, 2 thick fold of skin in the side of vulva അല്ലെ. ഈ ലേബിയ മേജോറയുടെ അപ്പർ പാർട്ടിലായിട്ടുള്ള തിൻ ഫോൾഡ് ഓഫ് സ്കിൻ അല്ലെ ലേബിയ മൈനോറ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലൈറ്റോറിസ് എന്ന് പറയുന്നത് ഇറക്ടൈൽ ടിഷ്യൂ ആണ്. ഇറക്ടൈൽ ടിഷ്യൂ ഇൻ ദ വെസ്റ്റിബ്യൂളിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു വെസ്റ്റിബ്യൂളിന്റെ രണ്ട് സൈഡിൽ ലേബിയൽ ഫോൾഡ് കണ്ടു അല്ലെ. ലേബിയ മേജോറ കണ്ടു, ലേബിയ മൈനോറ കണ്ടു. ഇറ്റ് ലീഡ്സ് ടു വെജൈനയിലോട്ട് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതെല്ലാം അങ്ങോട്ട് വെജൈനയിലോട്ട് ലീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി യുറീത്രയും ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഓപ്പണിംഗ്, രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. വെജൈനൽ ഓപ്പണിംഗ് മാത്രമല്ലല്ലോ, യുറീത്രൽ ഓപ്പണിംഗും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ എവിടെയാണ് യുറീത്രൽ ഓപ്പണിംഗ്, വെജൈനൽ ഓപ്പണിംഗും എല്ലാം വരുന്നത്? യുറീത്ര ഓപ്പൺ ചെയ്യുന്നത് വെസ്റ്റിബ്യൂളിലോട്ട് തന്നെയാണ്. ഈ വെജൈനൽ ഓപ്പണിംഗിന്റെ ഫ്രണ്ടിലായിട്ട്, ക്ലൈറ്റോറിസിന്റെ ബാക്കിലായിട്ടും.
ഓക്കെ, ഓപ്പൺ ചെയ്യുന്നത് വെജൈനൽ ഓപ്പണിംഗ് കണ്ടോ? വെജൈനൽ ഓപ്പണിംഗിന്റെ ഫ്രണ്ടിലോട്ടും ക്ലൈറ്റോറിസിന്റെ ബാക്കിലായിട്ടുമാണ്. യുറീത്രൽ ഓപ്പണിംഗ് കണ്ടോ? ഇതാണ് യുറീത്രൽ ഓപ്പണിംഗ്. അപ്പൊ ഈ യുറീത്രൽ ഓപ്പണിംഗ് എവിടെയാണ് വരുന്നത്? ഇതാണ് നമ്മുടെ വെജൈനൽ ഓപ്പണിംഗ്. വെജൈനൽ ഓപ്പണിംഗിന്റെ ഫ്രണ്ടിലായിട്ടും ക്ലൈറ്റോറിസിന്റെ ബാക്കിലായിട്ടുമാണ് വരുന്നത്. ഈ ഫ്രണ്ടും ബിഹൈൻഡ് ഒക്കെ ഒന്ന് നോക്കി വെക്കൂ, സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോ തിരിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ മനസ്സിലുണ്ട്, നമ്മൾ ഈ അനാറ്റമി ഏതായാലും അതിന്റെ ആ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സാം ടെൻഷനിലും കൂടി ആകുമ്പോൾ കാണാതെ പഠിച്ചു വെക്കാൻ ശ്രമിക്കരുത്. അപ്പം വെജൈനൽ ഓപ്പണിംഗ് എവിടെയാ, യുറീത്രൽ ഓപ്പണിംഗ് എവിടെയാന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യുറീത്ര ഓപ്പൺസ് ഇൻ ടു ദ വെസ്റ്റിബ്യൂളിൽ തന്നെയാണ് ഇത് രണ്ട് ഓപ്പണിംഗും വരുന്നത്. ഇനി നമുക്ക് എന്താ ഉള്ളത്? ബർത്തോളിൻസ് ഗ്ലാൻഡ് ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബർത്തോളിൻസ് ഗ്ലാൻഡ് നമുക്ക് PYQ വന്നതാണ്. ഈ ബർത്തോളിൻസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? രണ്ട് സൈഡിലും ലേബിയ മേജോറയുടെ സൈഡിലായിട്ട് വരുന്നതാണ് ഈ ബർത്തോളിൻസ് ഗ്ലാൻഡ്. അതെന്താ അതിന്റെ ഫംഗ്ഷൻ എന്നറിയോ? അതിന്റെ ഡക്റ്റ് ഒക്കെ ഉണ്ട്. ആ ഡക്റ്റ് അതെന്താ സെക്രീറ്റ് ചെയ്യുന്നത്? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും കേട്ടോ. അതിന്റെ ഡക്റ്റ് നമ്മുടെ ഹൈമന്റെയും ലേബിയ മൈനോറയുടെയും ഇടയ്ക്ക് ഓപ്പൺ ചെയ്യും. ഇത് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു ചോദിച്ചതാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എന്താണ്? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ബർത്തോളിൻസ് ഗ്ലാൻഡ്, ഓപ്പണിംഗ് ഓഫ് ബർത്തോളിൻസ് ഗ്ലാൻഡ് നോക്കിയേ. ഓപ്പണിംഗ് ഓഫ് ബർത്തോളിൻസ് ഗ്ലാൻഡ്. അപ്പൊ ബർത്തോളിൻസ് ഗ്ലാൻഡ് നമ്മുടെ ലേബിയ മേജോറയുടെ സൈഡിലായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലേബിയ മേജോറയുടെ സൈഡിലായിട്ട് ബർത്തോളിൻസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ബർത്തോളിൻസ് ഗ്ലാൻഡ് നമ്മുടെ ലേബിയ മേജോറയുടെ ബിഹൈൻഡ് ആയിട്ട് രണ്ട് സൈഡിലും വരുന്നു. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡക്റ്റ് എങ്ങോട്ടാ ഓപ്പൺ ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ ഹൈമൻ ആൻഡ് ലേബിയ മൈനോറ. ബിറ്റ്വീൻ ഹൈമൻ ആൻഡ് ലേബിയ മൈനോറയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹൈമൻ എന്താണെന്ന് അറിയണ്ടേ? ഹൈമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ തിൻ മെംബ്രേനിയസ് ഡയഫ്രം വിച്ച് ഇസ് പെർഫറേറ്റഡ് സെൻട്രലി ടു അലോ ദ മെൻസ്ട്രൽ ഡിസ്ചാർജ്. ഓക്കെ, അത് നമ്മുടെ വെജൈനൽ ഒറിഫൈസിന്റെ അവിടെയുള്ള ഒരു മെംബ്രെയിൻ ആണ്. അപ്പൊ അതിന്റെ നടുക്ക് ഒരു പെർഫറേഷൻ വന്നിട്ട് അതിലൂടെയാണ് മെൻസ്ട്രൽ ഡിസ്ചാർജ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹൈമൻ എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇന്റേണൽ ജെനൈറ്റേലിയനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആള്. അത് എവിടെയാ ഉള്ളത്? വെജൈനൽ ഒറിഫൈസിലാണ് അത് ഉള്ളത്. നമ്മുടെ വെജൈനൽ ഒറിഫൈസ് കണ്ടില്ലേ? അവിടെയുള്ള ഒരു മെംബ്രെയിൻ ആണ് കേട്ടോ. ആ മെംബ്രെയിൻ ആണ് നമ്മുടെ ഹൈമൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈമൻ റപ്ചർ ചെയ്തിട്ടാണ് നമ്മുടെ മെൻസ്ട്രൽ ഡിസ്ചാർജും ഒക്കെ വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പെർഫറേറ്റഡ് സെൻട്രലി. ഓക്കെ, അത് നടുക്കൊരു പെർഫറേഷൻ വരും, പിന്നെ കംപ്ലീറ്റ് റപ്ചർ ചിലപ്പോൾ നമ്മുടെ കോയിറ്റസിന്റെ സമയത്തൊക്കെ ആയിരിക്കും. അപ്പൊ അത് എവിടെയാണ്? വെജൈനൽ ഒറിഫൈസിന്റെ അവിടെയാണ്. ഇത് സെപ്പറേറ്റ്സ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ജെനൈറ്റൽസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വെജൈനയെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ വെജൈന എന്ന് പറയുന്നത് എന്താ നോക്കിയേ? വെജൈന നോക്കിയേ, കണ്ടോ? ഇതൊരു മസ്കുലർ ട്യൂബാണ് കണ്ടോ. നമ്മുടെ നമ്മള് ഇനി ബാക്കി ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് പഠിക്കുമ്പോൾ പഠിക്കും അല്ലെ? നമ്മുടെ ഓവറി ഉണ്ട്, ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ വജൈന ഒരു മസ്കുലാർ ട്യൂബ് ആണെന്ന് കണ്ടോ? ഇവിടുത്തെ ഈ ട്യൂബ് കണ്ടോ? ഈ ട്യൂബാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത്. നമ്മൾ എക്സ്റ്റേണൽ പഠിച്ചപ്പോ ഈ ഒറിഫൈസ് കണ്ടു അല്ലെ? വെജൈനൽ ഒറിഫൈസ് കണ്ടു. അപ്പൊ ഈ ഒരു ട്യൂബിന് നമ്മൾ വെജൈന എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ മസ്കുലാർ ട്യൂബ് ലൈൻഡ് വിത്ത് മെംബ്രെയിൻ. എന്ത് മെംബ്രെയിൻ ആണ്? അത് ചോദിക്കാം. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ മെംബ്രെയിൻ ആണ്. നിറയെ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ഉണ്ട്. ഇത് എവിടെ നിന്ന് എവിടെ വരെ പോകുന്നു? നമ്മുടെ യൂട്രസിന്റെ അങ്ങോട്ട് അല്ലെ? നമ്മുടെ വെസ്റ്റിബ്യൂളിൽ നിന്ന് യൂട്രസിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അതിന്റെ വോൾസ് നോർമലി ഇൻ കോണ്ടാക്റ്റിലാണ്. അത് എവിടെയാണ്? ഇറ്റ് സറൗണ്ട്സ് നമ്മുടെ സർവിക്സിന്റെ ലോവർ പാർട്ടാണ് അല്ലെ? സർവിക്സിന്റെ സെർവിക്സ് കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന സെർവിക്സിന്റെ താഴ്ഭാഗത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇത് കണ്ടോ? നമ്മുടെ ഓവറി, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, അത് കഴിഞ്ഞ് നമ്മുടെ സെർവിക്സ് വന്നു. സെർവിക്സും കഴിഞ്ഞ് നമ്മുടെ വെജൈന സ്റ്റാർട്ട് ചെയ്യുന്നു. സെർവിക്സിന്റെ ലോവർ പാർട്ടിൽ നിന്ന് ഈ വെജൈന സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ലൈൻഡ് വിത്ത് ദ എപ്പിത്തീലിയം അല്ലെ? ഇറ്റ് ഈസ് ലൈൻഡ് വിത്ത് ദ എപ്പിത്തീലിയം. വജൈനയുടെ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ വജൈനയ്ക്ക് 3 ലെയർ ഉണ്ട് കേട്ടോ. അകത്ത ഒരു മ്യൂക്കസ് മെംബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്ത ലെയർ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ. അവിടെ ഇങ്ങനെ റിഡ്ജസും റൂഗയായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിങ്ങനെ ഇരിക്കുവേ. അതില് സ്ക്വാമസ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ് ഉള്ളത്. മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് വജൈനയില് ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് സ്ക്വാമസ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ സെൽസ്. ഇനി ഒരു ഔട്ടർ ലെയർ ഉണ്ട്, ഒരു മസ്കുലാർ കോട്ട് ഉണ്ട്. അതിൽ എത്ര ലെയർ ഉണ്ട്? നമ്മുടെ യൂസോഫേഗസ് ഒക്കെ പഠിച്ചപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലെ? മസ്കുലാർ കോട്ട് ഉണ്ട്, ലോങ്ജിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽ ഫൈബേഴ്സ്. അപ്പൊ ഇവിടെ ഈ ഒരു മസ്കുലാർ ട്യൂബാണ് നമ്മൾ പറഞ്ഞല്ലോ. ഉള്ളിൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, പിന്നെ മസിലുകളുണ്ട്. ഈ മസിൽ ലെയറിൽ എന്തൊക്കെ മസിൽസാ ഉള്ളത്?
ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലർ മസിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കോട്ടിന്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്? ഒരു ഇറക്ടൈൽ ടിഷ്യൂ ഉണ്ട്. ആ ഇറക്ടൈൽ ടിഷ്യൂയിലെ ഏരിയോളാർ ടിഷ്യൂ, ബ്ലഡ് വെസൽസ്, മസിൽ ഫൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വെജൈന എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സ് അല്ലെ. ഒന്ന് ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ലെയർ, പിന്നെ എന്താണ് ഒരു ഔട്ടർ ലെയർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് മസ്കുലാർ ലെയർ ഉണ്ട്. അപ്പൊ ഉള്ളിൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ, പുറമേ ഒരു മസ്കുലാർ ലെയർ, ഇതിന് ഇടയ്ക്ക് ഒരു ഇറക്ടൈൽ ടിഷ്യൂ ഉണ്ട്. അവിടെയാണ് ബ്ലഡ് വെസലുകളൊക്കെ ഉള്ളത്. അപ്പൊ വെജൈനയിലുള്ള 3 ലെയറിലെ ഏറ്റവും ഉള്ളിലെ മ്യൂക്കസ് മെംബ്രെയിനില് സ്ക്വാമസ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ സെല്ലുള്ള ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ഏറ്റവും പുറം ഭാഗത്ത് മസ്കുലാർ ലെയർ ആണ്. ആ മസ്കുലാർ കോട്ടിൽ ലോഞ്ചിറ്റ്യൂഡിനലും സർക്കുലാറും ഉണ്ട്. അപ്പൊ ഇതിനിടയിലാണ് ഒരു ഇറക്ടൈൽ ടിഷ്യൂവും ഉള്ളത്. ഓക്കെ ആണോ? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്റ്റേണൽ ഓർഗൻസ് ആണ് പറയുന്നത്. അതിനെ ടോട്ടലി നമ്മൾ വൾവ എന്ന് വിളിക്കുന്നു അല്ലെ. പിന്നെ നമ്മൾ വെജൈനയെ പറ്റിയും ഒന്ന് ഡിസ്കസ് ചെയ്തു. എക്സ്റ്റേണൽ ഓർഗൻസ് പറഞ്ഞു. എക്സ്റ്റേണൽ ഓർഗൻസിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ പുറമേ കാണുന്ന ഭാഗത്തിനെ നമ്മൾ വൾവ എന്നാ വിളിക്കുന്നത്. അതിൽ മോൺസ് വെനേറിസ് എന്താന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് എ പാഡ് ഓഫ് ഫാറ്റ് ലൈങ് ഇൻ ഫ്രണ്ട് ഓഫ് സിംഫൈസിസ് പ്യൂബിസ്. പിന്നെ ലേബിയ മേജോറ, ലേബിയ മൈനോറ, വെസ്റ്റിബ്യൂള് പറഞ്ഞു, ക്ലൈറ്റോറിസ് similar to penis in males. പിന്നെ പറഞ്ഞു ഹൈമനെ പറ്റി പറഞ്ഞു. ഇറ്റ് ഇസ് എ മെംബ്രെയിൻ കവറിംഗ് ദ വെജൈനൽ ഓറിഫൈസ്. പിന്നെ എക്സ്റ്റേണൽ യുറീത്രൽ ഓറിഫൈസും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. അതിനുശേഷം നമ്മൾ വെജൈനയെ പറ്റി പറഞ്ഞു. ഇന്റേണൽ ജെനിറ്റാലിയയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള വെജൈന. ഇന്റേണൽ ജെനിറ്റാലിയയിലാണ് നമ്മുടെ ഓവറി, യൂട്രസ്, സെർവിക്സ്, വെജൈന വരുന്നത്. അതിൽ വെജൈനയെ പറ്റി നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തു. വെജൈന ഒരു മസ്കുലാർ ട്യൂബാണ്. എവിടെന്താ? നമ്മുടെ സെർവിക്സിന്റെ ലോവർ പാർട്ടിൽ നിന്ന് താഴോട്ട് പോകുന്ന ട്യൂബ്. അതിന് 3 ലെയർ ഉണ്ട് അല്ലെ. ഒരു ഇന്നർ സ്ക്വാമസ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, പിന്നെ ഒരു മസ്കുലാർ ലെയർ, പിന്നെ ഇതിനിടയിൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ. അപ്പൊ അതിൽ കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ട്. ഓക്കെ, അതിലാണ് നമ്മുടെ ഇറക്ടൈൽ ടിഷ്യൂ എല്ലാം വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട് 1ന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? എക്സ്റ്റേണൽ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ PYQ ഡിസ്കഷൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കി. കറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സർക്കിൾ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ പോസ് ചെയ്ത് വെച്ച് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ കറക്റ്റ് എന്നൊന്ന് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ കറക്റ്റ് സർക്കിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു തുടങ്ങാം. എക്സ്റ്റേണൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് vulva. Mons veneris is a muscular mount located at the base of vulva. Labia majora contain both skin and fat along with unstriped muscular tissue. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ഏതാണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്? യെസ്, 1ഉം 3യും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? യെസ്, എക്സ്റ്റേണൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കളക്റ്റീവ്ലി വൾവ എന്ന് വിളിക്കും. അത് ശരിയാണല്ലോ, അത് ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്തായാലും ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ 1 വരുന്ന ഓപ്ഷൻസ് മാത്രം മതി നമുക്ക്. അപ്പൊ 1 ഇല്ലാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തൂലേ? ചെയ്യാലോ അല്ലെ. 1 എന്തായാലും കറക്റ്റ് ആണല്ലോ. അപ്പൊ 1 വരാത്ത ബി ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നൺ ഓഫ് ദീസ് എന്തായാലും വരില്ല, കാരണം 1 കറക്റ്റ് ആണ്. ആൻസറിൽ 1 വരണം എന്ന് ഉറപ്പാണ്. അപ്പൊ ഫസ്റ്റ് വരാത്ത ഓപ്ഷൻസ്, ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അപ്പൊ ആ ഒരു 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരാത്ത ഓപ്ഷൻസ് ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടി അല്ലെ. അപ്പൊ നമുക്കിപ്പം 2 എണ്ണം പോയി, 2 ഓപ്ഷൻസ് പോയി. ഇനി നമ്മൾ ഈ 2ൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി ആൻസർ. A ആണോ C ആണോ, 1 and 2 ആണോ 1 and 3 ആണോ എന്ന് മനസ്സിലാക്കിയാൽ മതി. 1 ഈസ് ഓൾവേസ് കറക്റ്റ് എന്ന് മനസ്സിലായി. 1 ഇവിടെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. മോൺസ് വെനേറിസ് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ മൗണ്ട് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ വൾവ ആണോ? ഇറ്റ് ഇസ് എ പാഡ് ഓഫ് ഫാറ്റ് ലൊക്കേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് സിംഫൈസിസ് പ്യൂബിസ് ആണ് അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലല്ലോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മള് ഒരു മിനിറ്റ്, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് മനസ്സിലായി. അപ്പൊ 2 എന്തായാലും വരില്ല. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്തൂടെ? അപ്പൊ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചുള്ളൂ, പക്ഷെ നമുക്ക് ആൻസർ മനസ്സിലായി C ആണ്. 3 വായിച്ചു പോലും ഇല്ല, പക്ഷെ നമുക്ക് 3 കറക്റ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ OMR ഷീറ്റിൽ ബബിൾ ചെയ്യാൻ നിൽക്കരുത്. ആൻസർ മനസ്സിലായെങ്കിലും നമ്മൾ ഒന്നുകൂടെ 3 ഓപ്ഷൻ വായിച്ച് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കണം ശരിയാണോ, എന്നിട്ട് മാത്രം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ. അപ്പൊ ചിലപ്പോ ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി.
ഓക്കെ, അങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്ക്. അപ്പൊ ഒന്നും പഠിക്കാതെ എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കേണ്ട, പഠിക്കുക. പിന്നെ അഥവാ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് അറിയില്ലെങ്കിലും ഒക്കെ നമുക്ക് അതിൽ നിന്നെല്ലാം നമുക്ക് ഈ ടെക്നിക്ക്, എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുന്നത് വഴി നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെയ്ത് തറോ ആയിരിക്കും. അതുപോലെ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പം PSC ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ, കൂടെ അസേർഷൻ റീസണിങ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് നോക്കാം. ലേബിയ മേജോറ കണ്ടെയ്ൻസ് ബോത്ത് സ്കിൻ ആൻഡ് ഫാറ്റ് along with unscribed muscular tissue. അത് ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണ്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് ABCDയിൽ നമ്മൾ ഏതാ മാർക്ക് ചെയ്യാതെ C ആയിരിക്കും നമ്മൾ ബബിൾ ചെയ്യുക. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ഇൻസർക്കിൾ ചെയ്ത് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായ കാര്യം വെച്ച് നമ്മൾ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇവിടെ എന്താണ്? കറക്റ്റ് അല്ല കേട്ടോ, ഇൻകറക്റ്റ് ആണ്. അപ്പൊ മറക്കാതെ അപ്പൊ തന്നെ നമ്മൾ എൻസർക്കിൾ ചെയ്തു ക്വസ്റ്റ്യൻ വായിക്കാൻ പോവുകയാണ്. മസ്കുലാർ കോട്ട് ഓഫ് വെജൈന കൺസിസ്റ്റ് ഓൺലി ഓഫ് ലോങ്ജിറ്റ്യൂഡിനൽ ഫൈബേഴ്സ്. ആന്റീരിയർ ഫോർനിക്സ് ഓഫ് വെജൈന ഈസ് അസോസിയേറ്റഡ് വിത്ത് സെർവിക്സ്. വെജൈനൽ വോൾസ് ആർ നോർമലി സെപ്പറേറ്റഡ് ആൻഡ് ഡു നോട്ട് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. ഇതിൽ തെറ്റ് ഓപ്ഷൻ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അല്ലെ? തെറ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. അതെ, 1ഉം 3യുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. മസ്കുലാർ കോട്ട് ഓഫ് വെജൈന കൺസിസ്റ്റ് ഓൺലി ഓഫ്. പിന്നെ ഒരു സംഭവം പറയാം, ഈ ഒള്ളി ഒക്കെ വരുമ്പോൾ എപ്പോഴും റോങ് ആണെന്നുള്ളതല്ല. ഈ ഒള്ളി വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി റോങ് ആയിരിക്കും. ഒന്നുകൂടെ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കാം. മിക്കവാറും ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒന്നുകൂടെ ചിലപ്പോൾ ശരിയായിക്കൂടണം എന്നില്ല, എന്നാലും ഒരു 90% കേസസിലും മിക്കവാറും റോങ് ആവാനാണ് സാധ്യത. അപ്പൊ ഒന്നുകൂടെ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ലോങ്ജിറ്റ്യൂഡിനൽ മാത്രമാണോ, സർക്കുലാറും ഉണ്ട്, അല്ലെ? അപ്പൊ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. കാരണം ഒള്ളിയല്ല, ലോങ്ജിറ്റ്യൂഡിനലും ഉണ്ട്, അതുപോലെ സർക്കുലാറും ഉണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നമുക്ക് ചോദിച്ചതും റോങ് ഏതാണെന്നല്ലേ? അപ്പൊ എന്തായാലും ആൻസറിൽ 1 വരണ്ടേ? ആൻസറിൽ 1 വരണം. അപ്പൊ 1 വരാത്ത ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഓൾസോ ഡി ഓപ്ഷൻ, രണ്ടിലും 1 വന്നിട്ടില്ല, അത് രണ്ടും എലിമിനേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ആയി മാറി, അല്ലെ? കോടീശ്വരനൊക്കെ കളിക്കുമ്പോൾ നമ്മൾ മാറ്റാറില്ലേ, ചില ഓപ്ഷൻസ് മാറ്റി തരും. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, എയും സിയിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ആന്റീരിയർ ഫോർനിക്സ് ഓഫ് ദി വെജൈന ഈസ് അസോസിയേറ്റഡ് വിത്ത് സെർവിക്സ്. ഇത് ശരിയല്ലേ? അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പൊ 2 എന്തായാലും വരില്ല, നമുക്ക് ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചത്. അപ്പൊ നമ്മൾ എ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്തു. ഇപ്പോഴും നമ്മൾ എന്താ, തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാതെ തന്നെ ആൻസറിലെത്തി. ആൻസർ 1 and 3 ആണ്. ഓക്കെ, അപ്പൊ എന്നാലും നമുക്കൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. വെജൈനൽ വോൾസ് ആർ നോർമലി സെപ്പറേറ്റഡ് ആൻഡ് ഡു നോട്ട് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. അത് റോങ് ആണ്. യെസ്, അപ്പൊ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത് ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ സി ഓപ്ഷൻ തന്നെ ബബിൾ ചെയ്യും. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടെ എലിമിനേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു എക്സാമിന് വന്നതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. വാട്ട് ഈസ് എ ക്ലൈറ്റോറിസ് അനലോഗസ് ടു ഇൻ മെയിൽസ്? ഏതാണ്? യെസ്, ഇറ്റ് ഇസ് പെനിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട് 1 എക്സ്റ്റേണൽ ജെനിറ്റാലിയയും വെജൈനയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക. MCQസും മോക്കും ഒക്കെ എത്രത്തോളം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.